ഹലോ ചങ്ങായിസ്, നമുക്കിതിന് അടിപൊളിയായിട്ട് എളുപ്പത്തിലാക്കാൻ പറ്റുന്ന അവിൽ കൊണ്ടൊരു പുട്ടിൻ്റെ റെസിപ്പി നോക്കിയാലോ. എളുപ്പമാണ് ആക്കാനായിട്ടും, അതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് നല്ല പുട്ടായിട്ടായിരിക്കും നമുക്കിത് കിട്ടുന്നുണ്ടാവുക കേട്ടോ. കഴിക്കാനാണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ മറക്കാണ്ട് ക്ലിക്ക് ചെയ്യണേ. ആദ്യം തന്നെ ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള അവിൽ നമുക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് ഇഷ്ടത്തിനുള്ള ഏത് അവിലാണെങ്കിലും നമുക്ക് ചേർക്കാവുന്നതാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. കയ്യിലിട്ട് ഇതുപോലെ പൊടിച്ചെടുക്കാൻ പരുവാകുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് കേട്ടോ. എന്നിട്ട് ഈ ഒരു പാത്രത്തിൽ നിന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് തണുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഈ ഒരു പൊടി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ പുട്ടൊക്കെ നനയ്ക്കില്ലേ, അതുപോലെ ഒന്ന് നനച്ചു കൊടുക്കുക. അതിന് മുമ്പായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കുക കേട്ടോ, ആവശ്യമായിട്ടുള്ളത്. പിന്നെ നമ്മളിതിലേക്ക് വെള്ളം ഒഴിക്കുന്ന സമയത്ത് കുറച്ചായിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുക. സ്പൂണിൽ തന്നെ കുറച്ചായിട്ട് ഇതുപോലെ തളിച്ചു കൊടുത്തിട്ട് വേണം നമ്മൾ കുഴയ്ക്കാനായിട്ട്. ഞാനിപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ കുറച്ച് കട്ടയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഇതിന് കുറച്ചുകൂടി സോഫ്റ്റ് ആവാനായിട്ട് ഇതിന് കുറച്ച് മാത്രം ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അങ്ങനെ മൊത്തം പൊടിയും ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ പുട്ടുപൊടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി സാധാരണ നമ്മൾ എങ്ങനെയാണ് പുട്ടാക്കുന്നത് അതുപോലെ തന്നെ പുട്ടും കുറ്റിയിൽ പാത്രത്തിൽ നമുക്ക് കുറച്ച് ആദ്യം തന്നെ ചെറിയ തേങ്ങ ഇട്ട് കൊടുക്കാം. അതുപോലെ നമ്മുടെ പൊടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ സാധാ സ്റ്റീം ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അവിൽ പുട്ട് തയ്യാറാണ് കേട്ടോ. ഇത് ഈസിയാണ് ഉണ്ടാക്കാനും, അതുപോലെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പം ഇത് ട്രൈ ചെയ്യാത്ത ആൾക്കാരെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ. മറ്റൊരു വീഡിയോ കാണും വരെ താങ്ക് യു, ബൈ ബൈ.